Hi all, welcome to another episode of Shrudi's Learning Square. Shrudi's Learning Squareലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്സിലത്തെ ഒരു ടോപ്പിക്കാണ് വർക്ക് ആൻഡ് ടൈം. അപ്പോൾ വർക്ക് ആൻഡ് ടൈമിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാം ട്രിക്ക് യൂസ് ചെയ്തിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ ആണത് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്, വെറും 3-4 സെക്കൻഡിനുള്ളിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് കിട്ടും. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണണം. ഈ വീഡിയോയിലെ സ്റ്റാർട്ടിങ് ഞാൻ ബേസ് തൊട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടൈം എടുക്കും, പക്ഷേ അതിനുശേഷം നമ്മൾ വേഗം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് എളുപ്പത്തിൽ, അതായത് 3-4 സെക്കൻഡിനുള്ളിൽ എത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും കാണാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പുരുഷന്മാർ അല്ലെങ്കിൽ 4 സ്ത്രീകൾ അല്ലെങ്കിൽ 6 കുട്ടികൾ ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്യാം. എന്നാൽ 2 പുരുഷനും 3 സ്ത്രീയും 4 കുട്ടികളും കൂടി ചേർന്ന് എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കാൻ പറ്റും? അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലെങ്തി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് വെറും 3-4 സെക്കൻഡിനുള്ളിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ പറയുന്നതിനേക്കാൾ മുമ്പ് ആദ്യം ഞാൻ ജസ്റ്റ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് കൺസെപ്റ്റിലേക്ക് കടക്കാം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 60 ഡേയ്സ് വേണം. അങ്ങനെയാണെങ്കിൽ 2A ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് എയുടെ പോലെ തന്നെ 2 ആൾക്കാർ 2A 2 ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എത്ര ദിവസം വേണം? 60 ദിവസത്തിൻ്റെ ആവശ്യമുണ്ടോ? കാരണം 2 പേരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 30 ദിവസം മതി. എങ്ങനെ കിട്ടി? 60/2 ചെയ്ത് കഴിയുമ്പോൾ 30 ദിവസം കിട്ടും. ക്ലിയർ ആയല്ലോ? 30 ദിവസം കൊണ്ട് അവർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ പറ്റും. ഇനി 3A ആണെങ്കിൽ, അതായത് എയുടെ പോലെ തന്നെ 3 ആൾക്കാർ 3A ഉണ്ടെങ്കിൽ അവർക്ക് എത്ര ദിവസം വേണം? 3 ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും 60 ദിവസത്തിൻ്റെ ആവശ്യമില്ല അല്ലേ? അപ്പോൾ 60/3 ചെയ്ത് കഴിയുമ്പോൾ 20 ഡേയ്സ് കിട്ടും. ക്ലിയർ ആയല്ലോ? അതായത് ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതായത് ആൾക്കാരുടെ എണ്ണം കൂടുന്ന അനുസരിച്ചിട്ട് ദിവസം കുറച്ച് മതി. ശരിയല്ലേ? എ മാറിയിട്ട് 2A ആയി, 2A മാറിയിട്ട് 3A ആയി കഴിഞ്ഞപ്പോൾ ദിവസം കുറച്ച് മതി. ആൾക്കാർ കൂടുന്ന അനുസരിച്ചിട്ട് ജോലി വേഗം ചെയ്ത് തീർക്കാൻ പറ്റും. അതായത് ദിവസം കുറച്ച് മതി. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാമല്ലോ. അതായത് പേഴ്സൺസ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം കൂടുന്ന അനുസരിച്ചിട്ട് ദിവസം കുറച്ച് മതി. അതല്ലേ ഇതിൻ്റെ അർത്ഥം? ഒരാൾ മുകളിലും ഒരാൾ താഴെയുമാണ് അല്ലേ? ഒരാൾ ന്യൂമറേറ്ററും ഒരാൾ ഡിനോമിനേറ്ററും ആണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഒരാൾ കൂടുമ്പോൾ മറ്റാൾ കുറയും. സോ പേഴ്സൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡേയ്സ്. ആൾക്കാരുടെ എണ്ണം കൂടുന്ന അനുസരിച്ചിട്ട് ഡേയ്സ് കുറവ് മതി. ഈ ഒരു കൺസെപ്റ്റ് ഞാൻ സ്കൂളിലത്തെ കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ അവരെന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് 60 മാങ്ങ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2A ഉണ്ടെങ്കിൽ 120 മാങ്ങയല്ലേ കിട്ടുള്ളൂ എന്ന്. അതല്ല, ആ കൺസെപ്റ്റ് അല്ലാട്ടോ ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എക്ക് 60 ദിവസമെങ്കിൽ 2A ഉണ്ടെങ്കിൽ എത്ര ദിവസം, ദിവസത്തിൻ്റെ വരുന്ന സമയത്ത് മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 2A ഉണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മതി എന്ന് പറയാൻ കാര്യം. ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ തന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ ഒരു ദിവസത്തെ ജോലി, ഒരു ദിവസത്തെ വർക്കിനെയാണ് നമ്മൾ പറയുന്നത് എഫിഷ്യൻസി. ഈ എഫിഷ്യൻസിയും ഡേയ്സും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അതായത് ദിവസം കൂടുന്ന അനുസരിച്ചിട്ട് എഫിഷ്യൻസി കുറയും. അതായത് കുറേ ദിവസം കൊണ്ടാണ് നമ്മളൊരു ജോലി ചെയ്ത് തീർക്കുന്നത്, അതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ദിവസം കൂടുന്ന അനുസരിച്ചിട്ട് എഫിഷ്യൻസി കുറയും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്ക് ഒരു ജോലി ചെയ്യാൻ 12 ദിവസം വേണം, ബിക്ക് അതേ ജോലി ചെയ്യാൻ 24 ദിവസം വേണം. എങ്കിൽ എയും ബിയും ഒന്നിച്ച് ഈ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ജോലി തീരും? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് എക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 12 ദിവസം എ എടുത്തു, ബിക്ക് 24 ദിവസം എടുത്തു. അതേ ജോലി തന്നെ ചെയ്യാൻ ബി എടുത്തത് എത്ര ദിവസം കൊണ്ടാണ്? 24 ദിവസമാണ് ബി എടുത്തത്. ഇനി എയും ബിയും കൂടി ഒരുമിച്ച് ജോലി ചെയ്യാൻ പോവുക. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സിമ്പിൾ ഒരു ലോജിക്ക് പറഞ്ഞുതരാം. എക്ക് 12 ദിവസമാണ് എ എടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ ബിയും കൂടെ എനെ രണ്ടുപേരും കൂടിയല്ലേ ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനെ സഹായിക്കാൻ ഒരാളും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് ബി. അപ്പോൾ എന്തായാലും ഈ 12നേക്കാളും കുറച്ച് ദിവസമല്ലേ എടുക്കുകയുള്ളൂ, കാരണം ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ 12 ഡേയ്സിനേക്കാളും കുറഞ്ഞിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ
എക്ക് 12 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കാൻ പറ്റും, ബിക്ക് 24 ദിവസം കൊണ്ടാണ് അതേ ജോലി ചെയ്തു തീർക്കാൻ പറ്റുന്നത്. എയും ബിയും കൂടി വർക്ക് ചെയ്താൽ എത്ര ഡേയ്സ് എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 12ൻ്റെയും 24ൻ്റെയും LCM കണ്ടുപിടിക്കുക. എന്താണ് 12ൻ്റെയും 24ൻ്റെയും LCM? 24 കിട്ടും. എങ്ങനെ മനസ്സിലായി? 24 12 ഡിവിസിബിൾ ആണ്. 24 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ തന്നെയായിരിക്കും നമ്മുടെ LCM ആയിട്ട് വരുന്നത്. പിന്നെ LCM വേഗം കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 24 കിട്ടി. ഈ 24 എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ക്ലിയർ ആയല്ലോ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ 24 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഫിഷ്യൻസി ഓഫ് എ കണ്ടുപിടിക്കണം. എന്താണ് എഫിഷ്യൻസി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് എത്രത്തോളം വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്ന് പറയുന്നതാണ് ഒരാളുടെ എഫിഷ്യൻസി. ഒരു ചെറിയ സമയം കൊണ്ട് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നതാണല്ലോ എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എഫിഷ്യൻസി? വർക്ക് ബൈ ടൈം. അപ്പോൾ വർക്ക് എത്രയാണ്? ടോട്ടൽ വർക്ക് 24 ബൈ എയുടെ ടൈം എത്രയാ? 12. അപ്പോൾ 24/12 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 24/12 ചെയ്യുമ്പോൾ 2 കിട്ടും. അതാണ് എഫിഷ്യൻസി ഓഫ് എ. ക്ലിയർ ആയോ? എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. വർക്ക് എത്രയാണ്? 24 ബൈ ടൈം എത്രയാണ്? എയുടെ 12 ആണ്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിട്ടും. അതേപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് ബി കണ്ടുപിടിക്കുക. എഫിഷ്യൻസി ഓഫ് ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ്? 24 ബൈ ബിയുടെ ഡേയ്സ്. ടൈം എന്ന് പറഞ്ഞാൽ ഡേയ്സ് ആണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 24/24 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. അതാണ് ബിയുടെ എഫിഷ്യൻസി. ക്ലിയർ ആണല്ലോ? അതായത് ടോട്ടൽ വർക്ക് ബൈ ഓരോരുത്തരുടെ ഡേയ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ എഫിഷ്യൻസി കിട്ടും. ഇനി രണ്ടുപേരും കൂടിയിട്ടുള്ള എഫിഷ്യൻസി. അപ്പോൾ എയുടെ എഫിഷ്യൻസിയും കിട്ടി, ബിയുടെ എഫിഷ്യൻസിയും കിട്ടി. ഇനി എഫിഷ്യൻസി ഓഫ് എ ആൻഡ് ബി, അതായത് രണ്ടുപേരുടെയും കൂട്ടുമ്പോൾ എത്ര എഫിഷ്യൻസി കിട്ടും? 2 + 1 3 കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ വർക്കും കിട്ടി, അതേപോലെ തന്നെ ടോട്ടൽ എഫിഷ്യൻസിയും കിട്ടി. ടോട്ടൽ വർക്കും ടോട്ടൽ എഫിഷ്യൻസിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈം. അപ്പോൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി. അതാണ് ഞാനിവിടെ ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി എന്ന് കൊടുക്കാൻ കാര്യം കേട്ടോ. ഇനി ടോട്ടൽ വർക്ക് എത്രയാണ് നമുക്ക് കിട്ടിയത്? 24 ആണ്. അപ്പോൾ 24 എന്ന് എഴുതി. ബൈ എഫിഷ്യൻസി എത്രയാണ് രണ്ടുപേരും കൂടിയിട്ടുള്ളത്? 3 അല്ലേ? അപ്പോൾ 24/3 എന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 ഡേയ്സ് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് എയും ബിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8 ഡേയ്സ് കിട്ടും എന്ന് പറയാൻ കാര്യം. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വലിച്ചു വാരി അങ്ങ് പറഞ്ഞത്. പക്ഷേ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, വേഗം നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഈ ക്വസ്റ്റൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ 12 ഡേയ്സിനേക്കാളും കുറഞ്ഞ ആൻസർ ആയിരിക്കും, വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത്. നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ 8 ആണ്. ഇൻ കേസ് PSC എക്സാമിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ബാക്കി എല്ലാതും 12നേക്കാളും മീതെയാണെങ്കിൽ നിങ്ങളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ കുറഞ്ഞിട്ടുള്ള വാല്യൂ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. എക്ക് ഒരു ജോലി ചെയ്യാൻ 10 ദിവസം വേണം, ബിക്ക് 15 ദിവസം വേണം. എയും ബിയും ഒന്നിച്ച് ചെയ്താൽ എത്ര ദിവസം വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എക്ക് ഒരു ജോലി ചെയ്യാൻ 10 ദിവസം, ബിക്ക് എത്ര ദിവസം വേണം? 15 ദിവസം വേണം. അപ്പോൾ എയും ബിയും കൂടിയിട്ടാണ് ഇനി ജോലി ചെയ്യാൻ പോകണേ. അപ്പോൾ അവർക്ക് എത്ര ദിവസം വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ 10ഉം 15ഉം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ LCM കണ്ടുപിടിക്കുക. എന്താണ് 10ൻ്റെയും 15ൻ്റെയും LCM? 30 കിട്ടും. ശരിയല്ലേ? 30 കിട്ടി. ഈ 30 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടോട്ടൽ വർക്കാണ്. അപ്പോൾ 30 ടോട്ടൽ വർക്കായിട്ട് കിട്ടി. ഇനി എഫിഷ്യൻസി ഓഫ് എ കണ്ടുപിടിക്കണം കേട്ടോ. എഫിഷ്യൻസി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ ടോട്ടൽ വർക്ക് ബൈ ഇതിൻ്റെ ടൈം അല്ലേ? അതായത് വർക്ക് ബൈ ടൈമാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ വർക്ക് ബൈ 10, അതായത് 30/10 ചെയ്യുമ്പോൾ എയുടെ എഫിഷ്യൻസി കിട്ടി. അതാണ് 3 കിട്ടിയേക്കുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ വർക്ക് ബൈ ടൈം ചെയ്ത് കഴിയുമ്പോൾ ബിയുടെ എഫിഷ്യൻസി കിട്ടും കേട്ടോ. ബിയുടെ എഫിഷ്യൻസി അതാണ് ഞാൻ ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 30/15, അതായത് 2 കിട്ടും. ഇനി എയും ബിയും കൂടി രണ്ടുപേരുടെയും എഫിഷ്യൻസി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3 + 2 5 കിട്ടും. ഇനി ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അതെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? കാരണം എയും ബിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം എടുക്കും എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡേയ്സ് ആണ്. അപ്പോൾ ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ
എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടിയല്ലോ. എത്രയാണ് ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു LCM എടുത്തിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ടോട്ടൽ വർക്ക്, അതായത് 30. അപ്പോൾ 30 ബൈ ടോട്ടൽ എഫിഷ്യൻസി. എത്രയാണ് ടോട്ടൽ എഫിഷ്യൻസി? 5 കിട്ടി അല്ലേ. അപ്പോൾ 30 ബൈ 5 ചെയ്യും. അപ്പോൾ നമുക്ക് 6 days കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എയും ബിയും ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ബി ഒറ്റയ്ക്ക് അതേ ജോലി 30 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ എ ഒറ്റയ്ക്ക് ആ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് എയും ബിയും ഒരു ജോലി ചെയ്ത് തീർക്കാൻ 12 ദിവസമാണ് എടുക്കുന്നത്. ബി ഒറ്റയ്ക്കാണെങ്കിൽ 30 ദിവസമാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്ന 2 വാല്യൂസിൻ്റെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കുക. എല്ലാത്തിലും സെയിം രീതി തന്നെയാണ്. ആദ്യം രണ്ടിൻ്റെയും LCM കണ്ടുപിടിക്കുക. അപ്പോൾ 12 ഉണ്ട്, 30 ഉണ്ട്. അപ്പോൾ 12ൻ്റെയും 30യുടെയും LCM എത്രയാണ് കിട്ടുക? 60 കിട്ടും കേട്ടോ. അപ്പോൾ LCM 60 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ? എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എഫിഷ്യൻസി ഓഫ് A+B. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് A+B അല്ലേ. അപ്പോൾ എഫിഷ്യൻസി ഓഫ് A+B എത്രയാണ്? എഫിഷ്യൻസി എന്ന് പറയുന്നത് 60 ടോട്ടൽ വർക്ക് ബൈ ടൈം, അതായത് 60 ബൈ 12 എത്ര കിട്ടും? 5 കിട്ടും. അതാണ് എയുടെയും ബിയുടെയും എഫിഷ്യൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? ബിയുടെ എഫിഷ്യൻസി, അതായത് ബിക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന അത്രയും കഴിവ്, അതായത് ടോട്ടൽ വർക്ക് ബൈ ടൈം, അതായത് 60 ബൈ 30 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. ഇതാണ് ബിയുടെ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഡേയ്സ് അല്ല കേട്ടോ, മാറിപ്പോകരുത്. ഇത് ബിയുടെ എഫിഷ്യൻസിയാണ്. 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് എയ്ക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണമല്ലോ. എന്തൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്? A+Bയുടെ എഫിഷ്യൻസി കിട്ടി, അതേപോലെ തന്നെ ബിയുടെ എഫിഷ്യൻസിയും കിട്ടി. ഇനി എയുടെ എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ എയുടെ എഫിഷ്യൻസി കിട്ടുമല്ലോ, ശരിയല്ലേ? A+Bന്ന് ബിയുടെ എഫിഷ്യൻസി കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? ബിയും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എയുടെ എഫിഷ്യൻസി കിട്ടും. അതായത് A+B എന്ന് പറഞ്ഞാൽ 5ന്ന് ഈ ബിയുടെ എഫിഷ്യൻസി 2 കുറച്ച് കഴിയുമ്പോൾ 3 കിട്ടും. അതാണ് എയുടെ എഫിഷ്യൻസി. ക്ലിയർ ആയല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ എത്ര ഡേയ്സ് എടുക്കും എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡേയ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് എത്രയാണ്? 60 ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി. ആരുടെ എഫിഷ്യൻസിയാണ്? എയുടെ എഫിഷ്യൻസി. കാരണം എയുടെ നമ്പർ ഓഫ് ഡേയ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 60 ബൈ 3 ചെയ്യുക, അതായത് 20 days ആയിരിക്കും എ ഒറ്റയ്ക്ക് ഇതേ ജോലി ചെയ്യുമ്പോൾ എടുക്കുന്ന സമയം. നോക്കാം. എയും ബിയും കൂടി ഒരു ജോലി ചെയ്യാൻ 10 ദിവസം എടുക്കും. ബിയും സിയും കൂടിയിട്ട് 12 ദിവസം എടുക്കും. അതേപോലെ തന്നെ എയും സിയും കൂടി 15 ദിവസമാണ് എടുക്കുന്നത്. എങ്കിൽ എയും ബിയും സിയും കൂടി ഒന്നിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്? എയും ബിയും കൂടിയിട്ട് 10 ദിവസം, അതേപോലെ തന്നെ ബിയും സിയും കൂടി വർക്ക് ചെയ്യാൻ 12 ദിവസം, സിയും എയും കൂടി വർക്ക് ചെയ്യാൻ 15 ദിവസം. എയും ബിയും സിയും കൂടി ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൻ്റെയും 12ൻ്റെയും 15ൻ്റെയും LCM കണ്ടുപിടിക്കുക. 10, 12, 15 LCM 60 ആണ്. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? എഫിഷ്യൻസി കണ്ടുപിടിക്കുക. അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എയുടെയും ബിയുടെയും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60, അതായത് ടോട്ടൽ വർക്ക് ബൈ ടൈം. 60 ബൈ 10 എത്ര കിട്ടി? 6 കിട്ടി കേട്ടോ. ഇതാണ് എയുടെയും ബിയുടെയും എഫിഷ്യൻസി. ഇനി ബിയുടെയും സിയുടെയും എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് ബൈ ടൈം, അതായത് 60 ബൈ 12 എത്ര കിട്ടി? 5 കിട്ടും. അതേപോലെ തന്നെ C+A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് ബൈ ടൈം 60 ബൈ 15 എത്ര കിട്ടും? 4 കിട്ടും. ഇത്രയും ക്ലിയർ ആയല്ലോ. അതായത് എയുടെയും ബിയുടെയും എഫിഷ്യൻസി 6 ആണ്, ബിയും സിയും കൂടി ചെയ്യുകയാണെങ്കിൽ എഫിഷ്യൻസി 5 ആണ്, സിയും എയും കൂടി ചെയ്യുകയാണെങ്കിൽ എഫിഷ്യൻസി 4 ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടിയിട്ട് അങ്ങ് ആഡ് ചെയ്യാൻ പോവാം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ എത്ര എ ഉണ്ട്? A+A 2A, ഇവിടെ 2B, ഇവിടെ 2C. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 + 4 10 + 5 15. അതായത് 2 × 2A 2B 2C. അതിൽ നിന്ന് ഞാൻ 2നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ A + B + C എത്ര കിട്ടി? 15 കിട്ടി. അതായത് ക്ലിയർ അല്ലേ? ഇനി A + B + C ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ A + B + Cയുടെ എഫിഷ്യൻസി എത്രയാണ്? 15 ബൈ 2. ഇത് ഡിവൈഡ് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ വെറുതെ ഇതേപോലെ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടിയേക്കണം നമുക്ക് എഫിഷ്യൻസിയാണ്. ഇനി നമ്മൾ ടൈം എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ബൈ
എഫിഷ്യൻസി. വർക്ക് എത്രയാണ്? 60. LCM മെത്തേഡിൽ നമുക്ക് കിട്ടിയത് 60 ആണ്. അപ്പോൾ 60 ബൈ എഫിഷ്യൻസി. എഫിഷ്യൻസി എത്രയാണ്? 15/2. അപ്പോൾ ഇവിടെ 15 പിന്നെ ബൈ 2, ആ 2 മുകളിലേക്ക് പോയി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ വെട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 × 4 ആണ് 60. 4 × 2 8 ഡേയ്സ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 പുരുഷന്മാർ അല്ലെങ്കിൽ 4 സ്ത്രീകൾക്ക് ഒരു ജോലി ചെയ്യാൻ 43 ദിവസം വേണമെങ്കിൽ 7 പുരുഷന്മാരും 5 സ്ത്രീകളും കൂടി ആ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും? ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത LDCക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത് നോർമൽ മെത്തേഡിലല്ല, ഷോർട്ട് കട്ട് മെത്തേഡാണ്. കാരണം അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 3 പുരുഷന്മാർ അല്ലെങ്കിൽ 4 സ്ത്രീകൾ എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നുള്ളൊരു വാക്കുണ്ട്, അതായത് ഓർ. ഇവരെടുക്കുന്ന എത്ര സമയമാണ്? 43 ഡേയ്സ് ആണ് അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 7 പുരുഷന്മാരും 5 സ്ത്രീകളും എത്ര ദിവസം എടുക്കും എന്നാണ്. ഇവർ രണ്ടുപേരും കൂടി ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് കണ്ടോളൂ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂസ് ആദ്യം ചെക്ക് ചെയ്യുക. എന്താണ് നമുക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂസ്? ഇത്രയല്ലേ നമുക്ക് കൊടുത്തിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നോട്ടുള്ള നമ്മൾ കണ്ടുപിടിക്കാനുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാരെ തമ്മിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ആരൊക്കെയാണ്? 3 men 4 women 43 ഡേയ്സ് കേട്ടോ. അപ്പോൾ 3 × 4 × 43 ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് മാത്രം എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 പ്രാവശ്യം 43 വേണ്ട, 43 ഒരൊറ്റ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഈ 3 × 4 × 43 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കേണ്ട കേട്ടോ. അത് അതേപോലെ തന്നെ അവിടെ അങ്ങ് വയ്ക്കുക. എന്നിട്ട് ഡിനോമിനേറ്ററിൽ, ഇതൊരു ഫ്രാക്ഷനാണ്, ഇതിൻ്റെ താഴെ എന്താ വരണേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 പുരുഷന്മാരായിരുന്നു അല്ലേ? 3 പുരുഷന്മാരാണെങ്കിൽ നമ്മൾ ഈ 3നെ 5 വെച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അതായത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 7 പുരുഷന്മാരും 5 സ്ത്രീകളുമാണ്. പുരുഷനും സ്ത്രീയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ 3 × 5 അതാണ് ഇവിടെ ഞാൻ എഴുതിയേക്കുന്നത്. പ്ലസ് ഇടണം. പിന്നെ ആരാ? പിന്നെ ഇവിടുത്തെ സ്ത്രീ 4 ആണ്, ഇവിടുത്തെ പുരുഷൻ 7 ആണ്. 7 × 4, അതായത് 7 × 4. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. അല്ലാണ്ട് കൂടുതൽ ലോജിക് ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വേഗം തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ ചെയ്ത് ഒന്നുകൂടി പറഞ്ഞുതരാം. ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. അതാണ് നമുക്ക് ന്യൂമറേറ്റർ കിട്ടിയത്. ബൈ ഇവിടുത്തെ പുരുഷനും ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ത്രീയും, അതായത് 3 × 5ഉം അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ത്രീയും ഇവിടെ കൊടുത്തിരിക്കുന്ന പുരുഷനും 7 × 4. അതാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആൻസറായി. അപ്പോൾ ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, ഇത് അതേപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചു. 3 × 4 × 43 എന്ന് എഴുതി. 5 × 3 15 + 28 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 43 തന്നെ കിട്ടും. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് അങ്ങ് വെട്ടിക്കളയാം. മനസ്സിലായോ? അപ്പോൾ എത്ര കിട്ടും? 43യും 43യും വെട്ടിപ്പോയി കഴിഞ്ഞാൽ 4 × 3 12 ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 3 പുരുഷന്മാർ അല്ലെങ്കിൽ 4 സ്ത്രീകൾ അല്ലെങ്കിൽ 6 കുട്ടികൾ ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എന്നാൽ 2 പുരുഷനും 3 സ്ത്രീയും 4 കുട്ടികളും കൂടി ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്തു തീർക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 3 പുരുഷന്മാർ അല്ലെങ്കിൽ 4 സ്ത്രീകൾ അല്ലെങ്കിൽ 6 കുട്ടികൾ എത്ര ദിവസമാണ് എടുക്കുന്നത്? 25 ദിവസം അല്ലേ? ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 2 പുരുഷന്മാരും 3 സ്ത്രീകളും 4 കുട്ടികളും കൂടി ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? 3, 4, 6, 25. ഇത് 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കുക. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് അതേപോലെ തന്നെ 3 × 4 × 6 × 25 അത് ഇങ്ങനെ എഴുതി വയ്ക്കുക. മൾട്ടിപ്ലൈ ചെയ്യേണ്ട വെറുതെ എഴുതി വെച്ചാൽ മാത്രം മതി. അത് ഇനി ബൈ എന്താ വരുന്നതെന്നുള്ളത് നോക്കാം, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഓർഡർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 2 men and 3 women and 4 children ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം 2 പുരുഷന്മാർ, അപ്പോൾ 2 എടുത്തിവിടെ എഴുതി. 2 × ഇവിടെ നമ്മൾ പുരുഷനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? മെന്നെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് മെന്നിനെ ഒഴിവാക്കിയിട്ട് ബാക്കി വുമണിനെയും ചിൽഡ്രനെയും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആയോ? അതായത് ഇവിടുത്തെ മെൻ ഇവിടുത്തെ വുമനും ചിൽഡ്രനും, അതായത് 2 × 4 × 6.
അതാണ് ഞാനിവിടെ 2 × 4 × 6 എന്ന് എഴുതാൻ കാര്യം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിനകത്ത് 3 ആൾക്കാരുണ്ടാവും. ആ 3 ആൾക്കാരും വേറെ വേറെ ആൾക്കാരായിരിക്കും. അതായത് മെൻ ഉണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് നമ്മൾ മെൻ എടുക്കില്ല. ക്ലിയർ ആയല്ലോ? അതാണ് 2 × 4 × 6 എന്ന് എഴുതിയത്. പിന്നെ പ്ലസ് ഇത് നമ്മൾ ഈ 3 വിമൻ്റെ കേസാണ് എടുക്കുന്നത്. അപ്പോൾ 3 × ഇനി ഇവിടെ വിമൺ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിമൺ നമുക്ക് ആവശ്യമില്ല. അതായത് 3 × ഇവിടുത്തെ മെൻ × ഇവിടുത്തെ ചൈൽഡ്. അതായത് 3 × 3 × 6. അതാണ് ഞാനിവിടെ 3 × 3 × 6 എന്ന് എഴുതിയേക്കുന്നത്. ക്ലിയർ ആണല്ലോ? പ്ലസ് അടുത്തത് ഇവിടുത്തെ 4 ആണ്. 4 × ഇവിടെ ചിൽഡ്രൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ചിൽഡ്രൻ നമ്മൾ ഒഴിവാക്കണം. അതായത് 4 × മെൻ × വിമൺ. അതായത് 4 × 3 × 4. 4 × 3 × 4. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്. അപ്പോൾ ആദ്യം ഇവിടുത്തെ 2 എഴുതി. ഈ 2 എന്ന് പറയുന്നത് മെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തുള്ള മെന്നിനെ ഒഴിവാക്കുക. ബാക്കി വിമണും ചിൽഡ്രനും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 4 × 6 പ്ലസ് ഇനി ഇവിടുത്തെ വുമൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വുമൺ 3 വെച്ചിട്ട് തന്നെ ഇവിടെ ആദ്യം 3 എഴുതുക. പിന്നെ ഇവിടുത്തെ വുമണിനെ ഒഴിവാക്കുക. അതായത് 3 × 6. അപ്പോൾ 3 × 3 × 6 പ്ലസ് ഇവിടെ 4 അതേപോലെ തന്നെ എഴുതി ഇൻറ്റു ഇവിടെ ചിൽഡ്രൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചിൽഡ്രനെ ഒഴിവാക്കുക. 3 × 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് 3 × 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അതായത് 6 × 4 24 × 2 48 പ്ലസ് 9 × 6 54 പ്ലസ് 4 × 3 12 × 4 48 കിട്ടും. അങ്ങനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി നമ്മൾ സാധാരണ ക്യാൻസൽ ചെയ്താൽ മതി. അതായത് 3 × 50 വരും. ഇനി 50 ഉം 25 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 വരും. 2 ഉം 4 നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. 2 × 6 അതായത് 12 ഡേയ്സ് കിട്ടും കേട്ടോ. ഞാനിതിപ്പോൾ പറഞ്ഞപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അതായത് ആദ്യം കൊടുത്തിരിക്കുന്ന വാല്യൂസൊക്കെ എടുത്ത് എഴുതുക. പിന്നെ ഇവിടുത്തെ മെന്നാണെങ്കിൽ അവിടുത്തെ വിമണും ചൈൽഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഓരോന്നും എടുക്കുക. എന്നിട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 3 ടൈപ്പ് ആൾക്കാരുണ്ട് അല്ലേ? മെന്നുണ്ട്, വിമനുണ്ട്, ചിൽഡ്രനും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓർഡർ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന വാല്യൂ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഇപ്പോൾ ഇവിടെ 2 മെന്നാണെങ്കിൽ 2 × പിന്നെ ഇവിടുത്തെ വിമണും ചൈൽഡും തമ്മിൽ ചിൽഡ്രൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേസമയം നിങ്ങൾ ഇവിടുത്തെ മെൻ അതായത് 3 × പിന്നെ ഇവിടുത്തെ വിമണും ചിൽഡ്രനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ മാറും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഇവിടെ കൊടുത്തിരിക്കണ വെച്ചിട്ട് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. അല്ലാണ്ട് ഇവിടുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ ട്രിക്സ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.